അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അറിവിനുറവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലിൽ പാതിരാത്രി സമയത്ത് ഒരു മുട്ടൽ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കതക് തുറന്നു നോക്കുമ്പോൾ ആരാണ് എന്ന് അന്വേഷിച്ചു. ഞാൻ ബിലാലാണ് എന്ന് മറുപടി പറഞ്ഞു. എന്തേ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി വന്നതാണ്. പാതിരാത്രിയിൽ കറുത്ത ശരീരക്കാരനായ ബിലാൽ എന്നവർ ആരും കാണാതിരിക്കാനും വിശേഷിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയരുത് എന്ന നിലക്കുമാണ് രാത്രി വന്നത്. മാത്രമല്ല, ഉടുക്കാൻ വസ്ത്രമില്ലാതിരുന്ന ബിലാൽ എന്നവരെ കിട്ടിയ ഒരു കീറച്ചാക്കെടുത്ത് തൻ്റെ ഔറത്ത് മറച്ചുകൊണ്ടാണ് പാതിരാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നത്. ഇസ്ലാം ആശ്ലേഷിക്കുകയും ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ശരീരഭാഗത്തേക്ക് ചേർത്തി വെക്കുകയാണ്. ചേർത്തിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തു. എന്തൊന്നുമില്ലാത്തൊരാസ്വാദനം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അനുഭവപ്പെടുകയാണ്. പിന്നീട് മഹാനര് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രസവിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ഉമ്മയും ഉപ്പയിൽ നിന്ന് പോലും എനിക്ക് ലഭിക്കാത്ത മാധുര്യവും അനുഭൂതിയുമാണ് തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവുമായി എൻ്റെ ശരീരം ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നതായി ചരിത്രത്തിൽ കാണാം. കൂട്ടുകാരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ആളുകളെയും വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നവരായിരുന്നു. യഥാർത്ഥത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോ വർഗ്ഗക്കാരനാണ്, കറുത്ത വംശജനാണ്. പക്ഷേ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലും തൻ്റെ ശരീരത്തോട് കൂട്ടിപ്പിടിച്ച് വർഗീയതയുടെയും അതുപോലെ തന്നെ വർണ്ണത്തിൻ്റെയും വംശീയതയുടെയും പേരിൽ മല്ലടിക്കുന്നവർക്ക് വലിയ പരിഹാരവും അതോടൊപ്പം അവർക്ക് പാഠവുമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കും ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാം, അവിടുത്തെ മഹബത്ത് വയ്ക്കാം. അള്ളാഹു തുണ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.